കുട്ടികളൊക്കെ പലപ്പോഴും കരിയർ സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്, എന്നെ വിളിക്കുന്നതും ഫാമിലീസൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതും ഒക്കെ. സാറേ, എന്താണ് പഠിക്കേണ്ടത്, അത് പഠിച്ചാൽ സ്കോപ്പുണ്ടോ, ഇത് പഠിച്ചാൽ സ്കോപ്പുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് ഇവരുമായിട്ടൊക്കെ കണക്റ്റഡായി കുറച്ചങ്ങോട്ട് സംസാരിച്ച് വരുമ്പോഴാണ് മനസ്സിലാകുന്ന ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ കുട്ടിയിൽ മിസ്സിംഗ് ആണ്. അതിൻ്റെ ഒരു പരിധി വരെ അത് പേരൻറ്റിലും മിസ്സിംഗ് ആണ്. പ്രത്യേകമായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വളരെ മെൻ്റലി വീക്കാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. പല കാര്യങ്ങളിലും കടുംപിടുത്തമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ആത്മവിശ്വാസം ഇല്ല, ഐ കോണ്ടാക്റ്റ് ഇല്ല, രണ്ട് വാക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ അറിയില്ല, വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് പല കുട്ടികളും ഇരിക്കുന്നത്. പേരൻറ്റിലും ഇതുണ്ട്. ഞാൻ പ്രിയപ്പെട്ടവരെല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് മാനസിക വൈകാരിക ആരോഗ്യം ഉയർന്നു നിന്നില്ലെങ്കിൽ നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഇല്ല. നമ്മൾ എത്ര ഡിഗ്രികൾ സമ്പാദിച്ചാലും അതിനൊക്കെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വിലയുള്ളൂ. അത് ആക്ഷനിലേക്ക് കൊണ്ടുവരാനും അതിനെ ഒരു പ്രോഫിറ്റബിളായിട്ട് അതിൻ്റെ ബെനിഫിറ്റുകൾ നാളെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രികൾ എടുക്കുന്നതിനോടൊപ്പം നമ്മൾ ഇമോഷണലിയും മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണും കൂടെ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നാളെ വീണു പോകും. നമുക്ക് കുടുംബജീവിതം ഉണ്ടാവില്ല, സാമൂഹിക ജീവിതം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ മെൻ്റലി ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുക, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ വീക്കായിട്ടുള്ള, പ്രത്യേകിച്ച് മാനസികമായിട്ട് വീക്കായിട്ടുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരുടെ ആ പേരൻറ്റിങ് ഒരു തരത്തിലും ആ ഒരു പ്രശ്നത്തെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. അതിനൊരു പ്രധാനമായൊരു കാരണം നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും പേരൻറ്റിൽ മാനസികമായ വീക്ക്നെസ്സുകളുണ്ട്. പേരൻറ്റ് അമിതമായിട്ട് ഷോർട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് ചാടി ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്, സൈലൻ്റായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പേരൻസ് കുട്ടികളുടെ വീക്ക്നെസ്സിനെ കുറേ കൂടെ കോംപ്ലിക്കേറ്റ് ചെയ്യത്തേ ഉള്ളൂ. നമ്മൾ ശ്രമിക്കേണ്ടത്, നമുക്ക് അങ്ങനെയുള്ള ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ, നമ്മുടെ ജനറേഷനിൽ അതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികളെ കാണുമ്പോൾ കുട്ടികളിൽ ഈ അരക്ഷിതാവസ്ഥ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അമിതമായ ആങ്സൈറ്റി, ഫിയർ, ഇതൊക്കെ പല കുട്ടികളിൽ ഇന്ന്, ഒരുപക്ഷെ ഇന്ന് സമൂഹത്തിലെ കുട്ടികളിൽ ഇതെല്ലാം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. എങ്ങനെയാണ് നമുക്ക് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, കുറേ കൂടി ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്? ഇതിന് മുമ്പുള്ള പല വീഡിയോയിലും ഈ സബ്ജക്റ്റുകളൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഞാനൊരു 1-2 പേരൻസുമായിട്ട് സംസാരിച്ചപ്പോൾ കൂടുതലായിട്ട് ഈ ടോപ്പിക്ക് സമൂഹത്തോട് സംസാരിക്കണമെന്ന് തോന്നി. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ചയോ ഒരു തെറ്റോ പറ്റിയാൽ, അല്ലെങ്കിൽ അവർ ഒരു അപകടത്തിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ അവരൊന്ന് വീണാൽ, നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ആ വേദനയുള്ള കുട്ടിയെ, അല്ലെങ്കിൽ കരയുന്നൊരു കുട്ടിയെ, പ്രയാസത്തിലിരിക്കുന്ന കുട്ടിയെ വീണ്ടും ശിക്ഷിക്കുകയും അടിക്കുകയും ബഹളം വയ്ക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. നമ്മുടെ ഒരു ഇന്ത്യൻ രീതി അതാണ്. ഇപ്പോൾ ഒരു കുട്ടി ഓടി വന്ന് താഴോട്ട് വീണു, ആ കുട്ടി, ഏത് മനുഷ്യരും താഴെ വീഴും, നമ്മളും താഴെയൊക്കെ വീഴാറുണ്ട്. പക്ഷെ നമുക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് അവരൊരു വേദനയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് ഹഗ് ചെയ്ത് വെക്കുക. കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു, അല്ലെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം ഇരുന്നാൽ ആ കുട്ടികൾ ആ പ്രശ്നത്തിൽ നിന്നൊന്ന് പുറത്തു വരും, ആ വേദനയിൽ നിന്നൊന്ന് പുറത്തു വരും, ആ നാണക്കേടിയിൽ നിന്നൊന്ന് പുറത്തു വരും, അല്ലെങ്കിൽ ആ വിഷമത്തിൽ നിന്നൊന്ന് പുറത്തു വരും. പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്ത് ലെസൺസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, എങ്ങനെയാണ് വീഴാനുള്ള കാരണം, അതൊക്കെ ആ കുട്ടിയെ കൊണ്ട് റിയലൈസ് ചെയ്യിപ്പിക്കുക. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് ഒരു ശരിയായ പോസിറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. പക്ഷെ തിരിച്ചാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു കുട്ടി ഓടി വന്ന് വീണ് കഴിഞ്ഞാൽ ആ കുട്ടിയെടുത്ത് 2 അടിയും കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ നഷ്ടത്തെ ഓർത്തിട്ട് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് കുറ്റം പറയുക. ഇതൊക്കെ ഒരു വളരെ പ്രിമിറ്റീവായിട്ടുള്ള, കാലഹരണപ്പെട്ട ഒരു പാരൻറ്റിങ് രീതിയാണ്. അതിനകത്തൊന്നും ഒരു ലേണിങ്ങും ഉണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും ഈ കുട്ടി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കും. പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. തെറ്റുകളും വീഴ്ചകളും പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ
അവരെ ഹഗ് ചെയ്യുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കുട്ടികളിലാണ് സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നത്. അല്ലെ, അവർ വളരെ സേഫാണെന്ന് അവർക്ക് തോന്നും. ആ സേഫ്റ്റിയാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ സുരക്ഷിതനാണ്, എൻ്റെ പേരൻസ് എനിക്കൊരു വീഴ്ച വന്നാൽ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ഓറിയൻറ്റേഷൻ ചെറിയ പ്രായം പോലെ ആ കുട്ടിയുടെ മനസ്സിലേക്ക്, ഒരു റീഅഷുറൻസ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഈ തരത്തിലുള്ള നമ്മുടെ ഒരു പിന്നെ പെരുമാറ്റം അവരെ സഹായിക്കും. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരെ വളരെ വളരെ കീനായിട്ട് ലിസൺ ചെയ്യണം. പലപ്പോഴും നമ്മളങ്ങ് ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും നമ്മളങ്ങ് ഓർഡർ ചെയ്യുകയും നമ്മളെല്ലാം അങ്ങ് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ കൂടുതലായിട്ട് ലിസൺ ചെയ്യണം. ലിസൺ ചെയ്യുമ്പോൾ അവരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, അവർക്കൊന്ന് വെൻറ്റിലേറ്റ് ചെയ്യാനും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം കൂടും. ആ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓപ്പൺ ആകുന്നത് എപ്പോഴാണ്, എപ്പോഴും അത് ഓപ്പണായിട്ട് നിലനിൽക്കുന്നത് എപ്പോഴാണ്, നമ്മളവരെ ലിസൺ ചെയ്യാനുള്ള ഒരു സന്തോഷം കാണിക്കുമ്പോഴാണ്, അതിനുള്ളൊരു ക്ഷമ കാണിക്കുമ്പോഴാണ്. ഒരുപക്ഷെ അവരെ കേൾക്കുമ്പോഴാണ് അവരെ കൂടുതൽ മനസ്സിലാക്കുന്നത്. അവരെ കേൾക്കുമ്പോഴാണ് അവരുമായിട്ട് കൂടുതൽ നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത്. ആ കേൾക്കുമ്പോൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം എന്നുള്ളതും വളരെ പ്രധാനമാണ്. ചുമ്മാ അങ്ങ് കേൾക്കുകയല്ല. അപ്പോൾ അവരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്ന മാതാപിതാക്കളോട് അവർക്ക് വലിയ ഒരു ബഹുമാനവും വലിയ ഒരു ഫീലിംഗ് ഓഫ് സേഫ്റ്റിയും അതിലുപരിയായിട്ട് വലിയൊരു ഇമോഷണൽ കണക്ഷനും ഉണ്ടാകും. കുഞ്ഞുങ്ങളെ ഏതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് ചലിപ്പിക്കണമെങ്കിൽ അവരുമായിട്ട് നമ്മൾ വൈകാരികമായി അടുക്കണം. വൈകാരികമായ ഒരു ബന്ധത്തിലൂടെയാണ് ചലനങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. ഒരു കുട്ടിയെ ഒരു കോൺഫിഡൻസിലേക്ക് നയിക്കണമെങ്കിൽ, ഒരു ധൈര്യത്തിലേക്ക് നയിക്കണമെങ്കിൽ, ഒരു പ്രവർത്തനത്തിലേക്ക് നയിക്കണമെങ്കിൽ, ഒരു മാറ്റം സൃഷ്ടിക്കണമെങ്കിലൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ ആ കുട്ടിയെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നൊന്ന് മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് വരണം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസാരമല്ല, ലിസണിങ് ആണ് ആസ് ഫാർ ആസ് പാരൻറ്റിങ് ഈസ് കൺസേൺ. അപ്പോൾ അത് കണ്ണി നോക്കിയൊക്കെ സംസാരിക്കാൻ, ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ, പല കുട്ടികൾക്ക് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. ഇതൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് അവരുടെ മെൻ്റൽ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും കാരണമാകും. വളരെ പ്രധാനമായ ഒരു കാര്യമാണ്, അവർക്ക് ഒരു പ്രശ്നമോ ബഹളമോ ദേഷ്യമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വളരെ കാമായിട്ടിരിക്കുക. കുട്ടികൾ ടാൻട്രം ഉണ്ടാക്കുമ്പോൾ, കുട്ടികൾ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ, കുട്ടികൾ ദേഷ്യപ്പെടുമ്പോൾ, കുട്ടികളുടെ വൈകാരിക തലത്തിൽ അവർ കൈവിട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനമായൊരു കാര്യം ആ സമയത്ത് നമ്മൾ ഭയങ്കര കാമായിട്ടിരിക്കുക. എന്നിട്ട് അവർ കാമായതിന് ശേഷം വേണം അവരോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യാനായിട്ട്. ഒരുപക്ഷെ അവരെ രണ്ട് വഴക്ക് പറയണമെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ പോലും അവർ കാമായതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഇത് പലപ്പോഴും കാണുന്നത് എന്താണ്, കുട്ടികൾ ഭയങ്കര ടാൻട്രം ഉണ്ടാക്കുമ്പോൾ അതിനേക്കാളും വലിയ ടാൻട്രം പേരൻസ് കാണിക്കും. ഇതിൻ്റെ ഔട്ട്കം എന്താണ്? ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് വീണ്ടും വീണ്ടും ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും. കുട്ടികൾ പ്രോബ്ലം ഉണ്ടാക്കുന്നെങ്കിൽ അതിനകത്ത് അവരുടെ ഏത് കുട്ടികളാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്ന കുട്ടികളല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കരയുന്നു, ബഹളം വയ്ക്കുന്നു. ഈ കുട്ടികളെല്ലാം ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ് ചെയ്യുന്നത്. അല്ലെ, അവരുടെ ഉള്ളിലെ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയൊക്കെ പ്രതിഫലനമാണ് അവിടെ കാണുന്നത്. ആ സമയത്ത് അവർ ഒരു അഗണിയിൽ നിൽക്കുമ്പോൾ, അവരൊരു വേദനയിൽ നിൽക്കുമ്പോൾ, അവരൊരു പ്രോബ്ലത്തിൽ നിൽക്കുമ്പോൾ അവരെ സമാധാനിപ്പിച്ച് നോർമലാക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് മാതാപിതാക്കൾക്ക് നല്ല മെൻ്റൽ ഹെൽത്ത് വേണം. അങ്ങനെയൊക്കെ കാണുമ്പോൾ കാമായിട്ട് ആ സമയത്ത് ബിഹേവ് ചെയ്യാനും റിലാക്സ്ഡ് ആയിട്ട് ഇടപെടാനും നമുക്ക് കഴിയണം. ഞാൻ പല വീടുകളിലും ഇന്ന് കാണുന്നത്, പേരൻസൊക്കെ കുട്ടികളോട് വലിയ വെഞ്ചൻസ് വെച്ച് പ്രവർത്തിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറയുന്നത് കേട്ടോ, അവനോട് എന്തോ വലിയ ശത്രുവിനോട് ഇടപെടുന്ന പോലെയാണ് എൻ്റെ അപ്പൻ്റെ ഓരോ റിയാക്ഷൻസ്. ശരിയാണ്, കുട്ടികൾ പല തെറ്റുകളും ചെയ്യും, പല പ്രയാസങ്ങളും കാണിക്കും. പക്ഷെ കുട്ടികളോട് മാതാപിതാക്കൾ ആരാണ് യഥാർത്ഥത്തിൽ മെച്യൂർഡ്? 15 വയസ്സുള്ള കുട്ടിയാണോ 45 വയസ്സുള്ള പിതാവാണോ? 45 വയസ്സുള്ള പിതാവോ മാതാവോ ഈ കുട്ടിയേക്കാൾ ഇമ്മച്യൂരിറ്റി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞാണ്, സാറേ അവനെ അങ്ങ് ഡോക്ടറാക്കാനായിട്ട് അങ്ങ് പഠിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഡോക്ടറാക്കാനായിട്ട് പഠിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ കുട്ടിക്ക് മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ എന്ത് കാര്യമാണ്? അവനെ മൈക്രോ മാനേജ് ചെയ്ത് അനങ്ങാൻ പോലും സമ്മതിക്കാതെ ഫുൾ ടൈം അവനെ ഡോക്ടറാക്കാനായിട്ട് അങ്ങ് ശ്രമമാണ്. 24 മണിക്കൂറും അവൻ്റെ പഠിത്ത കാര്യങ്ങളിൽ ഒരു പിതാവ് പുറകിന് നടക്കുന്നു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? കുട്ടി ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നു. 2 ദിവസം മുമ്പ് വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഒരു ഡോക്ടറാകാൻ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം നല്ലൊരു മനുഷ്യനാക്കണം അവനെ.
ഇനി നമ്മുടെ കുട്ടികളെ ആരാക്കണം, ഇതിലൊക്കെ മെൻ്റൽ ഹെൽത്ത് ഉയർന്ന ഒരു മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടി എന്താവാൻ പ്രാപ്തമാണ്, അതായിട്ടാണ് ആ കുട്ടിയെ മാറ്റേണ്ടത്. അപ്പോൾ കുട്ടിയാണ് സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അവർക്ക് എന്തോ അസ്വസ്ഥതകളുണ്ട്. നമ്മളാ തെളിച്ച് വിടുന്ന ലൈനിൽ അവർക്ക് പ്രോബ്ലംസ് ഉണ്ട്, അല്ലെ അവരെ ആസ്വദിക്കാത്ത, അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത എന്തിലോട്ടാണ് നമ്മളവരെ നയിച്ചു കൊണ്ട് പോകുന്നത്. സ്ക്വയർ പ്ലഗും റൗണ്ട് ഹോൾഡറും പോലെയാണ്, അത് ഫിക്സ് ആവില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ അപ്പോൾ പറയുന്നത് എന്താ, അവനങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ, ശരിയായിരിക്കും, അവൻ അന്ന് ആഗ്രഹം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവനെ അതിൻ്റെ അബദ്ധം മനസ്സിലായത്. ഇപ്പോൾ ആഗ്രഹം പറഞ്ഞെന്നും പറഞ്ഞ് എന്നും ആഗ്രഹത്തിൽ തന്നെ കല്ലേ കുത്തി വെച്ചിരിക്കുകയൊന്നുമല്ലല്ലോ. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ചിന്തകളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറി മാറി വരും സാഹചര്യങ്ങളനുസരിച്ച്. അപ്പോൾ കുട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ കുറേയൊക്കെ മാറാൻ പേരൻസ് ശ്രമിച്ചില്ലെങ്കിൽ കുട്ടി മാനസികമായിട്ട് കുറഞ്ഞു പോകുമെന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. കുട്ടികളെ മാനസികമായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു ക്വാളിറ്റി ഓഫ് അപ്രീഷിയേറ്റിംഗ് ഉണ്ടാവണം. എൻകറേജ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. ഓരോ സാഹചര്യങ്ങളനുസരിച്ച്, ഓരോ കുട്ടികൾക്കനുസരിച്ച് ചില കുട്ടികൾക്ക് കൂടുതൽ അപ്രീസിയേഷനും എൻകറേജ്മെൻറ്റും ഒക്കെ വേണ്ട കുട്ടികളാണ്. അവർക്കൊരു വാല്യൂ ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്താലേ അവർ ഡെവലപ്പ് ആവുള്ളൂ. അവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, അവർക്കൊരു വിലയുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നിപ്പിക്കുമ്പോഴാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. പല കുട്ടികൾക്കും അത് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ആവശ്യമുള്ള കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല. ചില കുട്ടികൾക്ക് ഇതെല്ലാം വാരിക്കോരി കിട്ടുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ തീരെ ഇത് കിട്ടുന്നില്ല. അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ്, അവരുടെ കുറ്റങ്ങളും മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, അവരുടെ പോരായ്മകൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത്തരം കുട്ടികൾ, ഈ 24 മണിക്കൂറും കുറ്റം പറയുന്ന കുട്ടികളിൽ നിന്ന് ഒരിക്കലും ഉയർന്ന ഒരു മാനസികാരോഗ്യം പ്രതീക്ഷിക്കുക വേണ്ട. അവർ വൈകാരികമായിട്ടും വളരെ കുറഞ്ഞ മനുഷ്യരായി പോകും. പിന്നീടാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു റെക്കഗ്നേഷൻ വേണം. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അവൻ കൊള്ളാം, അല്ലെങ്കിൽ അവനെ എന്തുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഉള്ളതും, അവനെ എന്തുകൊണ്ടാണ് അവൻ നമ്മളുടെ മകനെന്ന നിലയിലുള്ള നമ്മുടെ വാല്യൂ എന്താണെന്നൊക്കെ കുട്ടികളോട് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അവർ വാല്യൂഡ് ആണെന്നും അവർ നീഡഡ് ആണെന്നും അവർക്കൊരു റെക്കഗ്നീഷൻ ഉണ്ടെന്നും അവർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ടെന്നും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലാകുന്നത്. ഇനി ഇത് വീട്ടിൽ കിട്ടാത്ത കുട്ടികൾക്ക് ഇത് പുറത്ത് നേടിയെടുക്കാനുള്ള കഴിവുണ്ടാവില്ല. വീട്ടിൽ റെസ്പെക്റ്റ് കിട്ടാത്ത ഒരു കുട്ടി പുറത്തേക്ക് പോകുന്നത് തന്നെ വളരെ പൂർ കോൺഫിഡൻസോടു കൂടിയായിരിക്കും. എന്നൊരു പേരൻ്റ് പറഞ്ഞ പോലെ അവൻ ചെന്ന് പെടുന്നതെല്ലാം മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലാണ്. സ്വാഭാവികമായിട്ടും നല്ല ആത്മവിശ്വാസവും ധൈര്യവും മൂല്യവും ഇല്ലാത്തൊരു കുട്ടി പുറത്ത് ചെന്ന് മൂല്യവും ആത്മവിശ്വാസവും ഉള്ള കുട്ടികളെ കണ്ടുപിടിക്കാൻ അവന് പ്രയാസമായിരിക്കും. അവനെപ്പോഴും അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, വളരെ മോശപ്പെട്ട, തീരെ സെൽഫ് എസ്റ്റീം ഇല്ലാത്ത, കുഴപ്പം പിടിച്ച കുട്ടികളുമായിട്ടായിരിക്കും അവൻ അഫിലിയേറ്റഡ് ആവുന്നത്. കുഴപ്പങ്ങളിലാണ് അത്തരം കുട്ടികൾ ചെന്ന് കൂടുതൽ കണക്റ്റഡ് ആവുന്നത്. നേരെ മറിച്ച് നല്ല ആത്മവിശ്വാസവും ധൈര്യവും ഉയർന്ന ഒരു ബോധവും ഒക്കെയുള്ള കുട്ടികളാകുമ്പോൾ ഉയർന്ന തലത്തിലുള്ള ഫ്രണ്ട്സുകളെ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ കുട്ടികളുടെ മാനസികാരോഗ്യം ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമാണ് അവരെ വാല്യൂ ഉള്ളവരായിട്ട് കരുതുക, അവർക്കൊരു ഡിഗ്നിറ്റി കൊടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജിനെ കുറിച്ചൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്തിനൊക്കെ അവരെ കൊള്ളാം, എന്തിനാണ് അവൻ മിടുക്കൻ എന്നൊക്കെ കുട്ടികളോട് തന്നെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. പോസിറ്റീവ് മിററിങ്, അവർ നമ്മളെ നോക്കുമ്പോൾ അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു പേരൻ്റായിട്ട് നമ്മൾ മാറുമ്പോൾ അവരുടെ ആത്മവിശ്വാസവും ധൈര്യമൊക്കെ പതുക്കെ കൂടും. അതുപോലെ കുട്ടികളെ കറക്റ്റ് ടൈമിൽ ഗൈഡ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഡോണ്ട് വെയിറ്റ് ഫോർ മിസ്റ്റേക്സ് ടു ഹാപ്പൻ, ഡോണ്ട് വെയിറ്റ് ഫോർ ഫെയിലിയേഴ്സ് ടു ഹാപ്പൻ. ഇത് മാനേജ്മെൻറ്റിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഈ വീഴ്ചകൾ വരാനായിട്ട് കാത്തിരിക്കുകയല്ല, പ്രോ ആക്റ്റീവ് ഫ്യൂച്ചറിങ് എന്ന് പറയും. വളരെ നേരത്തെ തന്നെ അവരെ ഭാവിക്ക് വേണ്ടി ഒരുക്കുക. അവർക്ക് മിസ്റ്റേക്കുകളും മറ്റും വരാതിരിക്കണം എന്ത് വേണം, കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കണം, നല്ല കറക്റ്റായിട്ടുള്ള ജീവിത കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, നല്ല ഗൈഡൻസ് കൊടുക്കണം. ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ലൈഫിലുണ്ടാവണം. ഇതിന് ഓർഗനൈസേഷൻസും ഫാമിലിയും എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. കുട്ടികളെ ശരിയായ രീതിയിൽ ആദ്യം തന്നെ ഓറിയൻറ്റ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും നടത്തുകയും ചെയ്താൽ അവർക്ക് വീഴ്ചകൾ വരാനുള്ള സാധ്യതകൾ ഒരുപാടങ്ങ് കുറയുമല്ലോ. വെൽ ഗൈഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ കോൺഫിഡൻസ് തന്നെ വളരെ കൂടുതലാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, നല്ല ഗൈഡൻസ് എടുക്കുന്ന കുട്ടികൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. അവരെ വരുന്ന പോലെ അല്ല ഗൈഡൻസ് കിട്ടിക്കഴിയുമ്പോൾ. അവർക്ക് മനസ്സിലായി വേർ ടു ഫോക്കസ്, വാട്ട് ടു ഡെവലപ്പ്, ഹൗ ടു അച്ചീവ്
ഇതൊക്കെ അവർക്ക് മനസ്സിലായി. ഇതാണ് നല്ല ഗൈഡൻസ് കിട്ടുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പേരൻ്റ് എന്ന നിലയിൽ നമുക്ക് കൊടുക്കാവുന്ന നല്ല ഗൈഡൻസ് അവർക്ക് കൊടുക്കുക. അത് നമുക്കറിയത്തില്ലെങ്കിൽ അതിനൊക്കെ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത്, ഇപ്പോൾ അപ്പനും അമ്മയും മാത്രമല്ലല്ലോ അവരുടെ ലോകത്തുള്ളത്, ആർക്ക് വേണമെങ്കിലും ആ ഗൈഡൻസ് കൊടുക്കുക. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, ഇനി ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുമ്പോൾ അവിടെ തന്നെ അത് കറക്റ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് റൂൾസ്, എന്തൊക്കെയാണ് റെഗുലേഷൻസ്, പിന്നെ നല്ല കാഴ്ചപ്പാടുകളൊക്കെ കൊടുക്കുമ്പോൾ അവർ ഒരു ബിഗർ വേൾഡിന് ജീവിക്കാനുള്ള ഒരു പോസിറ്റീവായ രീതിയിൽ തന്നെ അവർ പ്രാപ്തമാകും. അവർക്ക് ആത്മവിശ്വാസം കൂടും, അവരുടെ മെൻ്റൽ ഹെൽത്ത് കൂടും, അവരുടെ ഇമോഷണൽ ഹെൽത്ത് കൂടും. ഇതൊക്കെ വളരെ പ്രോ ആക്റ്റീവായിട്ട് ചെയ്യുക, അല്ലാതെ നമ്മളിത് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് വെയിറ്റ് ചെയ്യുകയല്ല. പലരും വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ വളരെ നേരത്തെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മെൻ്റൽ ഹെൽത്ത് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം, അതുപോലെ തന്നെ ഒത്തിരി സോഷ്യലൈസിങ് വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം, എക്സ്പോഷർ വേണം. പല കുട്ടികൾക്കും ഇതൊന്നുമില്ല. പല പേരൻസും പറയുന്നത് ഞാൻ അവനെ നിർബന്ധിച്ചിട്ട് പോലും അവൻ വെളിയിൽ ഇറങ്ങുന്നില്ല. വെളിയിൽ ഇറങ്ങുന്നത് ചെറിയ പ്രായത്തിൽ ഇറങ്ങിയാലേ ടീനേജിലൊക്കെ വെളിയിൽ ഇറങ്ങുള്ളൂ. ചെറിയ പ്രായം മുതലേ നമ്മൾ കുട്ടികളെ വെളിയിൽ ഇറക്കണം. പിന്നെ പൊതുവേ മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞ വീടുകളിലെ കുട്ടികൾ അവർക്ക് പുറത്തൊക്കെ പോകാനോ ആൾക്കാരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനോ ഒക്കെ വലിയ മടിയും പേടിയും കാണും. പക്ഷെ അത് വെച്ചുകൊണ്ടിരുന്നാൽ അത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ. നമ്മൾ കുട്ടികളെ പുറത്തിറക്കണം, കളിപ്പിക്കണം, ഓടിക്കണം, ചാടിക്കണം, അവർക്ക് ഒരുപാട് പേരുമായിട്ട് ഇടപെടാനുള്ള അവസരങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. കഴിയുന്നത്ര കാര്യങ്ങളിലൊക്കെ അവരെ എൻഗേജ് ചെയ്യണം, അവരുമായിട്ട് യാത്ര ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഒത്തിരി മാറണം. മെൻ്റൽ ഹെൽത്ത് കുറവുള്ള കുട്ടികളെ വീട്ടിൽ കുത്തിയിരുത്തി പഠിപ്പിക്കുകയും കുറേ ട്യൂഷനും കോച്ചിങ്ങും കൊടുത്താൽ ഇവൻ അവസാനം കുറേ ഡിഗ്രികൾ എടുക്കുമെന്നുള്ളതല്ലാതെ അവൻ ജീവിതത്തിലൊന്നിനും ഫിറ്റായിരിക്കത്തില്ല. ഇതാണ് സംഭവിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഇമോഷണലായിട്ടൊക്കെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ, പേടിയുണ്ടെങ്കിൽ, ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ അത്തരം കുട്ടികളുടെ പ്രയോറിറ്റി തന്നെ അവരെ ഔട്ട് ബൗണ്ട് ആക്കുക, കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളതായിരിക്കണം. അതിന് ഫ്രണ്ട്സിനെയൊക്കെ, കുട്ടികൾക്ക് ഫ്രണ്ട്സ് കുറവാണെങ്കിൽ അവൻ്റെ പ്രായത്തിലുള്ള ധാരാളം ആൾക്കാരെയൊക്കെ വീട്ടിലൊക്കെ വിളിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെൻറ്റ്സിന് അവസരങ്ങളൊക്കെ ഉണ്ടാക്കി, അവധിക്കാലത്തൊക്കെ ക്യാമ്പുകളും അങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൊക്കെ അവരെ വിട്ട് അതിനൊരു മുൻഗണന കൊടുക്കുമ്പോൾ അതൊക്കെ നടക്കും. പലപ്പോഴും അതിനൊരു മുൻഗണനയില്ല. കാരണം എങ്ങനെയും പഠിപ്പിക്കുക, എൻട്രൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു ലക്ഷ്യങ്ങളും നമ്മൾ പല പേരൻസിനും ഇല്ല. അത്തരം പേരൻസിൻ്റെ കുട്ടികളാണ് സൈക്കോളജിക്കലി വളരെ മോശമായി പോകുന്നത്. അപ്പം അതിന് ധാരാളമായിട്ട് അവരെ വെളിയിലേക്ക് കൊണ്ടുപോകാനും കൂടുതൽ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. അതുപോലെ വളരെ പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യമാണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുകയും അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുക. ചില കുട്ടികളുമായിട്ടൊക്കെ പേരൻസ് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കത്തില്ല, എല്ലാം അങ്ങ് പേരൻ്റാണ് സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കുട്ടി ഡെവലപ്പ് ആകുന്നത്? കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നത് പേരൻ്റാണ്. കുട്ടി സംസാരിക്കട്ടെ, കുട്ടിക്ക് അവസരം കൊടു, കുട്ടിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവസരം കൊടു. മിസ്റ്റേക്കുകൾ വരും, കുഴപ്പമില്ല. ആ മിസ്റ്റേക്കൊക്കെ ചെയ്താണ് കുട്ടി പഠിക്കുന്നത്. ഞാനൊരു മോളോട് ചോദിച്ചു, മോളെ ദോശ ഉണ്ടാക്കാൻ അറിയോ? ഉടനെ അമ്മ പറയുന്നത് അവൾ ഉണ്ടാക്കിയാൽ അത് വട്ടത്തിൽ വരത്തില്ല. വട്ടത്തിലാണോ നമ്മൾ കഴിക്കുന്നത്? അല്ലല്ലോ. കുട്ടി ഉണ്ടാക്കട്ടെ, കുട്ടി ഉണ്ടാക്കി 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 പതുക്കെ വട്ടം വരും. ഇതങ്ങനെയല്ല. കുട്ടിക്കൊന്നും കൂടെ ഒന്നും അറിയില്ല. ഒരു ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും. ആ കാലമൊക്കെ മാറിയില്ലേ? ഞങ്ങളുടെ അമ്മച്ചി ഗ്യാസ് വരുന്ന സമയത്ത് വീടിന് വെളിയിൽ ഇറങ്ങി നിന്നു, ഇനി ഈ വീട്ടിലോട്ട് ഞാൻ കയറത്തില്ല. എന്താ അമ്മച്ചി, അത് പൊട്ടിത്തെറിക്കും. അതൊക്കെയായിരുന്നു അന്ന്. അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ 10-25 വർഷമായില്ലേ നമ്മളിതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നും നമ്മൾ കുട്ടികൾക്കൊന്നും ഇതിന് അവസരം കൊടുക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? അപകടം ഉണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് അവരെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അപകടം ഇല്ലാതെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ പഠിക്കും. അങ്ങനെയാണ് ഒരു പ്രാപ്തമായി മാറുന്നത്. കുട്ടികൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കുക. അങ്ങനെ ഓരോ ജോലികളും അവർ സ്വന്തമായി ചെയ്താണ് അവർ മിടുക്കരായി മാറുന്നത്, കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായി മാറുന്നത്, കൂടുതൽ ധൈര്യമുള്ളവരായി മാറുന്നത്, അവരുടെ ആകാംക്ഷകളും ആകുലതകളും കുറയുന്നത്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിലെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക. ലെറ്റ് ദം ഡു ഇറ്റ് ദംസെൽവ്സ്. അപ്പോൾ അതിൽ മിസ്റ്റേക്സൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്താണ് ആ മിസ്റ്റേക്സിനെയൊക്കെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എന്ത് ലേൺ ചെയ്തു, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാം. ദിസ് ഈസ് ദ വേ ദേ ലേൺ. അവിടെയാണ് ബേസിക് കുക്കിംഗ് വളരെയധികം പ്രധാനമാണ്. നമ്മൾ കുട്ടികളെല്ലാം ബേസിക് കുക്കിംഗ് പഠിപ്പിക്കണം. ബേസിക് ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിക്കണം.
അത്യാവശ്യം മനുഷ്യരുമായിട്ടൊക്കെ ഇടപെടാൻ പഠിപ്പിക്കണം. ഒരു ഓഫീസിലോ ഒരു കടയിലോ ഒക്കെ പോയി കാര്യങ്ങളൊക്കെ സാധിക്കാൻ പഠിപ്പിക്കണം. ഇതെല്ലാം ചെറിയ പ്രായം മുതലേ അവരെ എക്യുപ്പ് ചെയ്യുമ്പോൾ ദേ ബിക്കം മെൻ്റലി സ്ട്രോങ്. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. ആൻഡ് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് അവരുടെ വിഷയങ്ങളുമായിട്ട് അവരുടെ ഇഷ്യൂസുമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഷോ മോർ എന്തൂസിയാസം, ഇൻട്രസ്റ്റ് ആൻഡ് കീൻനെസ്. പലപ്പോഴും കുട്ടികളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് കുട്ടികൾക്ക് വലിയ അത്തരം സ്ഥലങ്ങളിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഇനിയും വേണ്ടത് ആ റിലേഷൻഷിപ്പ് പാരൻറ്റിങ് ആണ്. ചുമ്മാ പാരൻ്റായിരുന്നാൽ മാത്രം പോരാ, നമ്മൾ അവർക്ക് നല്ലൊരു ആഴമുള്ളൊരു ബന്ധം അവരുമായിട്ട് നമ്മൾ സൃഷ്ടിക്കണം. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവരിലൂടെ നടത്താനും നമ്മുടെ പ്ലാൻ അനുസരിച്ച് അവരെ നടത്താനും ശ്രമിക്കുമ്പോഴല്ല, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വിഷയങ്ങളും ഒക്കെ വളരെ ഗൗരവത്തോടു കൂടി, വലിയ താല്പര്യത്തോടു കൂടി, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുടെ പോലും ഡീറ്റെയിൽസോടു കൂടി നമ്മൾ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോഴാണ് ആ ഇൻട്രസ്റ്റ്, നമ്മൾ അവരുടെ വിഷയങ്ങളിൽ കാണിക്കുന്ന ഇൻട്രസ്റ്റാണ് നാളെ അവർ വളർന്നു വരുമ്പോൾ നമ്മുടെ താല്പര്യങ്ങളോടൊക്കെ അവർ റെസ്പോണ്ട്. ഈ എമ്പതി എങ്ങനെയാണ് കുട്ടികളിലുണ്ടാകുന്നത്? ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ എമ്പതറ്റിക്കൽ ആവണമെങ്കിൽ അവരുടെ വിഷയങ്ങളോട് നമ്മൾ എത്ര കണ്ട് ആത്മാർത്ഥതയും എത്ര കണ്ട് കീൻനെസ്സും കാണിക്കുന്നു, ഇത് അനുസരിച്ചാണ് അവരും നമ്മുടെ ആവശ്യങ്ങളോടും നമ്മുടെ വിഷയങ്ങളോടും പ്രയാസങ്ങളോടും ഒക്കെ നാളെ പ്രതികരിക്കുന്നത്. ഇപ്പം നാളെ എമ്പതിയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണമെങ്കിൽ കുട്ടികളെ നമ്മൾ എമ്പതിയുള്ളവരായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ പ്രയാസങ്ങളിലും വിഷയങ്ങളിലും വിഷമങ്ങളിലും സ്വപ്നങ്ങളിലും ഒക്കെ നമ്മൾ വളരെ കൺസിഡറേറ്റ് ആയിട്ട് ഇടപെടുക. അതുപോലെ തന്നെ എല്ലാത്തിനും കയറി അങ്ങ് ജഡ്ജ്മെൻ്റൽ ആവാതെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. നമുക്കൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ആജ്ഞാപിക്കുകയല്ല വേണ്ടത്, ഡിസ്കസ് ചെയ്യുക. അവരുടെയും കൂടെ ഒപ്പീനിയനൊക്കെ കേൾക്കുക. അതിന് ശരിയെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ആ ഒരു ഡെമോക്രാറ്റിക് സ്പേസിൽ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ അത്തരം വീടുകളിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളാണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറുന്നത്. അതുപോലെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഉയർന്ന വിഷനും ഒക്കെ ഉണ്ടാവാനായിട്ട് നമ്മളവരെ വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് ഒരു ഹയർ ലെവലിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ കാഴ്ചപ്പാടുകൾ കൊടുക്കാൻ, കൂടുതൽ എക്സ്പോഷർ കൊടുക്കാൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇതിനൊക്കെയുള്ള ഇതൊക്കെ ഒരു ക്വാളിറ്റി പാരൻറ്റിങ്ങിൽ വളരെ പ്രധാനമാണ്. ഒരു ക്വാളിറ്റി പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് സോഷ്യൽ ഡയമെൻഷൻസ് കൂടെ അവർക്ക് വരുത്താനായിട്ട് നമ്മൾ തന്നെ എഫേർട്ടുകൾ ഇടണം. ഇത് അവരുടെ ആത്മവിശ്വാസവും ധൈര്യവും വൈകാരിക ബുദ്ധിശക്തി, അവരുടെ മനസ്സിലാക്കലുകളൊക്കെ വർദ്ധിപ്പിക്കും. അവർ നാളെയൊക്കെ നേരിടാൻ പോകുന്ന ഡിഫിക്കൽട്ടീസൊക്കെ ഇന്നേ അവർക്ക് ഫെമിലറൈസ് ചെയ്ത് കൊടുത്താൽ നാളെ അവരൊക്കെ വരാൻ പോകുന്ന ചലഞ്ചസിനൊക്കെ അനുസരിച്ച് അവരുടെ നൈപുണ്യങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്താൽ അപ്പോൾ ആ നൈപുണ്യങ്ങളൊക്കെ വളർത്തുക, നല്ല കാഴ്ചപ്പാടുകൾ വളർത്തുക, നാളെ അവർക്ക് നേരിടേണ്ടി വരുന്ന വിഷയങ്ങളെ ഇന്നേ അവരെ എക്യുപ്പ് ചെയ്യുക. ഇതൊക്കെ അവരുടെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കുക, അവർ കൂടുതൽ മിടുക്കരായി മാറാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇനി അത്യാവശ്യം വന്നാൽ ചില കുട്ടികളുടെ കേസിലൊക്കെ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ എടുക്കേണ്ടി വരും. ചില കുട്ടികളുടെ പഠനപരമായ കാര്യത്തിലൊക്കെ നല്ല ഗൈഡൻസ് എടുക്കേണ്ടി വരും. കരിയർ സംബന്ധമായിട്ടൊക്കെ നല്ല ഗൈഡൻസ് എടുക്കേണ്ടി വരും. നമ്മൾ എക്യുപ്ഡ് അല്ലെങ്കിൽ മൈക്രോ മാനേജ് ചെയ്ത് നശിപ്പിച്ച് കളയരുത്. അതുപോലെ ചില കുട്ടികൾക്ക് സൈക്കോളജിക്കലായിട്ട് ഇമോഷണലായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്. പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ നേരത്തെ എടുക്കുക. കാരണം കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിൻ്റെ നിലവാരം അനുസരിച്ച് മാത്രമായിരിക്കും കുട്ടിയുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. എത്ര ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രോപ്പറായിട്ടില്ലെങ്കിൽ അവരൊരു അച്ചീവർ ആവത്തില്ല. ഇന്ന് ധാരാളം ആൾക്കാർ ഡോക്ടറും എൻജിനീയറും വലിയ വലിയ പൊസിഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ വിവാഹം കഴിയുമ്പോൾ വലിയ പരാജയമാണ് അവർ. കാരണം ഈ ഡോക്ടറും എൻജിനീയറും ഒക്കെ നമുക്കൊരു ഇൻ്റലിജൻസ് കൊണ്ടാകാൻ പറ്റും, ഒരു ജോലിയൊക്കെ ചിലപ്പോൾ തരപ്പെട്ടെന്നിരിക്കും. പക്ഷെ ഒരു കുടുംബജീവിതമൊക്കെ നയിക്കണമെങ്കിൽ, വിവാഹ ബന്ധമൊക്കെ വേണമെങ്കിൽ, നല്ല വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണമെങ്കിൽ, നല്ല ജീവിതത്തിന് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ അവരുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ശരീരത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും പലപ്പോഴും മാനസികമായ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഒരു വിറ്റമിൻ ഡിയുടെ കുറവ് പോലും നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു ടോട്ടൽ പേഴ്സണായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ് എടുത്തപ്പോൾ അവരോട് പറഞ്ഞേ ഉള്ളൂ, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ടോട്ടൽ ചൈൽഡിനെയാണ്. ഒരു കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളും ഉണ്ടായാലേ ഈ കുട്ടികളൊക്കെ നാളെ ഒരു അച്ചീവറായിട്ട് മാറുള്ളൂ.
അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഭാഗികമായി വളരും, പക്ഷെ അതൊന്നും ശാശ്വതമായി നിലനിൽക്കത്തില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഉയർത്തിക്കൊണ്ട് വരികയും മാനസികാരോഗ്യമാണ് ബാക്കി എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്ത് ജീവിതാവസാനം വരെ നമ്മളെ സന്തോഷമുള്ളവരായി, സംതൃപ്തിയുള്ളവരായി, കാഴ്ചപ്പാടുള്ളവരായി ഒക്കെ നിർത്തുന്നതിൽ മാനസികാരോഗ്യത്തിന് വലിയ ഒരു കാര്യമുണ്ട്. പേരൻസിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പേരൻസ് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ അത് കുട്ടികളിലേക്ക് വരും. കുട്ടികളുടെയും കൂടെ ജീവിതം ഡാമേജ്ഡ് ആകും. ഈ തലമുറയിലെങ്കിലും നമ്മുടെ ഈ ഇഷ്യൂസൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്ത് തുടർന്നുള്ള നമ്മുടെ തലമുറകൾ ഇത്തരം പ്രശ്നങ്ങളിൽ പെടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നല്ലതെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഒരുപാട് പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു കമ്മ്യൂണിറ്റിയെ വളർത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഹാപ്പി ലിവിങ്.